നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവം നമുക്ക് തന്ന ഈ പുതിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നല്ലവനാകുന്നു എന്ന അടിസ്ഥാന സത്യം ജീവിതത്തിൻ്റെ ഓരോ അവസരങ്ങളിലും തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഗ്രഹത്തോടെ ഇന്നും ജീവിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ദൈവം നല്ലവനാകുന്നു നിശ്ചയം. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യമാണ്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇൻ ഹൂം വി ഹാവ് അവർ റിഡംഷൻ, ദ ഫൊർഗീവ്നെസ് ഓഫ് അവർ സിൻസ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലുള്ള ദൈവമക്കളെ എഴുതി അറിയിക്കുന്ന ഒരു ലേഖനം കൂടിയാണിത്. കൊലോസ്യ ലേഖനത്തെക്കുറിച്ചൊരു പഠനം ഈ സമയത്ത് അനിവാര്യമല്ല എന്നെനിക്കറിയാം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനം എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ, ദൈവാരാധന ചെയ്യുന്നവർ പലപ്പോഴും ആഗ്രഹിക്കുന്നത് തങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്ത് പ്രാപിക്കാം, തങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കും. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഭൗതികമായതാണ്. പണം, സ്ഥാനമാനങ്ങൾ, സാമ്പത്തിക നന്മകൾ, ഉയർച്ചകൾ, അഭിവൃദ്ധികൾ, ഇതൊക്കെ നമ്മുടെ താല്പര്യങ്ങളാണ്. ദൈവത്തിൽ നിന്ന് അതൊക്കെ ലഭിക്കണം, അതൊക്കെ നമുക്ക് ലഭിക്കട്ടെ, അതിന് തടസ്സങ്ങളില്ല. പക്ഷേ ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം പാപമോചനമെന്ന വീണ്ടെടുപ്പാണ്. ഒരു ഭവനത്തിൽ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്ന, ചോക്ലേറ്റ് കൊടുക്കുന്ന, താരാട്ട് പാടുന്ന അമ്മയോടാണ് മിക്കപ്പോഴും കുട്ടികൾക്ക് സ്നേഹം. അപ്പൻ അല്പം ഗൗരവക്കാരനായിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം ജോലി സംബന്ധിച്ച് പുറത്തോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങൾ മാത്രം വരുന്ന ആളായിരിക്കാം. പക്ഷേ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ആഹാരം, മധുരപലഹാരങ്ങൾ, സ്നേഹം, ഇതൊക്കെ ഇരിക്കെ തന്നെ ഒരപ്പന് അവന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഭവനത്തിൻ്റെ അവകാശമാണ്, ആ വീടിൻ്റെ അവകാശമാണ്. അപ്പൻ്റെ പേരിൽ ലഭിച്ച സ്വത്തുക്കൾ മക്കൾക്ക് സ്വാഭാവികമായും അവകാശപ്പെട്ടതാണ്, അതവന് കൊടുക്കുന്നതാണ്. 10 രൂപയുടെ ഒരു ക്യാൻഡി അല്ലെങ്കിൽ ചോക്ലേറ്റോ 50 രൂപയുടെ മറ്റൊരു കളിപ്പാട്ടവുമല്ല അവൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ അവന് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ നന്മകളും അപ്പൻ അവന് കൊടുക്കുകയാണ്. എന്നതുപോലെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി തരുന്ന ദൈവത്തെയാണ് നമുക്ക് ഒത്തിരി സ്നേഹം. എന്നാൽ നിത്യത മുഴുവനും ദൈവത്തോടൊപ്പം ചിലവഴിക്കാൻ കഴിയുന്ന പാപമോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നൽകിയെങ്കിൽ ദൈവത്തെ സ്നേഹിപ്പാനുള്ള ഏറ്റവും വലിയ കാരണം അത് തന്നെ ആയിരിക്കട്ടെ, അത് തന്നെയാണ് താനും. പാപമോചനമെന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട്. എന്താണ് അടിസ്ഥാന പ്രശ്നം? മനുഷ്യൻ്റേത് പാപമാണ്. ദൈവത്തോട് അവിശ്വസ്തതയും അവിശ്വാസവും അനുസരണക്കേടും കാണിച്ച മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോയി. ആ പാപ സ്വഭാവം ഇന്ന് ചെറിയ ശിശുക്കളിലും മുതിർന്ന മനുഷ്യരിലുമുണ്ട്. പാപ സ്വഭാവം. അതിനൊരു മാറ്റം വരാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, അടിസ്ഥാന പ്രശ്നമായ പാപത്തിൻ്റെ റൂട്ടുകൾ, അതിൻ്റെ വേരുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുക, തുടച്ചു മാറ്റപ്പെടുക. പുതിയത് സംഭവിക്കാതിരിക്കാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക. അഥവാ അബദ്ധത്തിൽ ഒരു കുഴപ്പം, ഒരു പ്രയാസം സംഭവിച്ചു പോയെങ്കിൽ മധ്യസ്ഥനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അവനിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കുക. പാപ സ്വഭാവത്തിന് നീക്കം വരേണ്ടതിന് നാം ഇനി പഴയ ശരീരത്തിലും പഴയ രീതിയിലുമല്ല, വീണ്ടെടുപ്പിൻ്റെ ആത്മീയതയുടെ അനുഭവത്തിൽ പുതുക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിലൂടെ പാപമോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് ആത്മാവിൽ ലഭിച്ചുവെങ്കിൽ ശരീരത്തിന് ഇതുവരെ വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. ശരീരത്തിൽ പിന്നെയും ഇൻക്ലിനേഷൻ ടു സിൻ, പാപത്തിനായി ഒരു ചായ്വ് ശരീരത്തിലുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള പുതിയ ജീവിതം ആത്മാവിൽ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ, ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ ജയകരമായ ജീവിതം നയിപ്പാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്തോട് തോറ്റും, പാപത്തോട് തോറ്റും,
ആളുകൾ പറയുന്ന ഏത് പ്രത്യയശാസ്ത്രങ്ങളോട് തോറ്റും ക്രിസ്തീയതയിൽ പരാജയം വന്ന ആളുകളായി ജീവിപ്പാനല്ല, മറിച്ച് ജയിച്ച ക്രിസ്ത്യാനികളായി, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി, പാപമോചനം ആത്മാവിൽ പ്രാപിച്ചുകൊണ്ട് ശരീരത്തെയും അതിൻ്റെ പശ്ചാത്തലത്തിൽ നയിക്കാൻ സാധിക്കുന്ന ഒരു ദൈവകൃപയുള്ള ക്രിസ്ത്യാനിയായി ഓരോ ദിവസവും ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ഇന്നും സമർപ്പിക്കാം. അത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആ പാപമോചനം വിശ്വാസത്താൽ ഏറ്റുപറച്ചിലൂടെ നമുക്ക് ലഭിച്ചുവെങ്കിൽ പാപത്തെ ജയിപ്പാനുള്ള, പിശാചിനെ ജയിപ്പാനുള്ള, ലോകത്തെ ജയിപ്പാനുള്ള പുതിയ ബലം ഓരോ ദിവസവും കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ഇന്നും ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ പാപമോചനമെന്ന വീണ്ടെടുപ്പിനായും നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേ അറിയുവാൻ, അങ്ങേ അനുസരിപ്പാൻ, അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ, ആത്മാവിൽ വീണ്ടെടുപ്പിൻ്റെ സന്തോഷമനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ശരീരത്തിലും ഞങ്ങൾ ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുന്നവരായി പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചുകൊണ്ട് പുതുമനുഷ്യരായി പുത്തനനുഭവത്തിൽ ജീവിപ്പാൻ പിന്നെയും ഞങ്ങളെ സഹായിക്കാൻ മാറണമേ. അവിടുത്തെ തിരുകൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണം. ഈ ദിവസം അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനാൽ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു.